നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ദേവയാനിയും നയനയും കൂടെ അനാമികയുടെ ആ പ്രോപ്പർട്ടിയെ കണ്ട് അങ്ങോട്ട് വീട്ടിലേക്ക് തിരികെ പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ദേവയാനിക്ക് നയനയ്ക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ കൊണ്ടുവന്ന് അനാമികയുടെ അച്ഛനും അമ്മയെ കാണിച്ചിരിക്കുന്ന അവിടെ അവര് വാങ്ങിച്ചിരിക്കുന്ന അവരുടെ പ്രോപ്പർട്ടി തന്നെയാണോന്ന്. പിന്നീട് ദേവയാനിയുടെ നയന പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഒരു പക്ഷെ അവര് കള്ളത്തരവാ കാണിച്ചിരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്കിത് പിടികൂടണം എന്ന് പറയാം. അല്ല മോളെ, അതെങ്ങനെ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദർശനോട് സംസാരിക്കാം. ആദർശനോട് സംസാരിച്ചിട്ട് വേണ്ടത് എന്താന്ന് ചെയ്യാന്ന് പറയണം. അമ്മ എന്നെ ഓഫീസിലൊന്ന് ഇറക്കിയാൽ മതി എന്ന് പറയണം. അങ്ങനെ ദേവേനി നയനെ ഓഫീസിലേക്ക് വിട്ടിട്ട് തിരികെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് നയന ചെല്ലുമ്പോൾ ആദർശ കമ്പനിയിൽ ഓരോ ജോലി തിരക്കിലായിരുന്നു. പിന്നീട് നയനയുടെ കുറെ ജോലികളൊക്കെ ചെയ്തതിന് ശേഷമാണ് ആദർശിന്റെ അരിയിലേക്ക് ചെല്ലുന്നത്. പിന്നീട് ആദർശനെ വിളിച്ചോണ്ട് പുറത്തേക്ക് വന്നിട്ടാണ് ആദർശനോട് ആ കാര്യങ്ങളൊക്കെ പറയണേ. ആദർശേട്ടാ, ഞാനും അമ്മയും കൂടെ ഇന്ന് അനാമയ്ക്ക് വേണ്ടിയിട്ട് അനാമയുടെ അച്ഛനും അമ്മയും മേടിച്ച പ്രോപ്പർട്ടി കാണാൻ പോയിട്ടുണ്ടായിരുന്നു പറയാം. എന്നിട്ടോ എന്തായി കാര്യങ്ങളൊക്കെ? എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് പറയണം അവരുടെ മുഖത്ത്. ശരിക്കും അത് അവരുടെ പ്രോപ്പർട്ടി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. അമ്മ ഇത് തന്നെ പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ എന്ന് പറയണം. അതെ, ഒരു കാര്യം ചെയ്യാം, ആദർശേട്ടന് കിരണേട്ടനെ ഒന്ന് വിളിച്ച് പറഞ്ഞു നോക്ക്. കിരണേട്ടനാകുമ്പോൾ അത്യാവശ്യം കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതല്ലേ, ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേന് കിരണേട്ടന് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും എന്ന് പറയണം. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അത് ശരി തന്നെയാന്ന് പറയണം. പക്ഷെ ഒരു കാര്യമുണ്ട് നയനെ, എങ്ങാനും ഇനി ഇപ്പൊ അവര് നമ്മളെ വഞ്ചിക്കുവാണെങ്കിൽ, ഇതിപ്പോ അവരുടെ പ്രോപ്പർട്ടി അല്ല മറ്റുള്ളവരുടെ ആണെങ്കിൽ അവര് വലിയ ചതി തന്നെ നമ്മളോട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവര് പക്ക ഫ്രോഡുകളാന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം ഇത്രയും വലിയ ചതിയൊക്കെ നമ്മളോട് ചെയ്ത് അനന്തപുരി കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവര് പലതും ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയണം. ആദ്യം ആദർശാണ് ഇതിനെക്കുറിച്ച് കിരണേട്ടനോടൊന്ന് പറഞ്ഞു നോക്ക്, പിന്നെ എന്ത് വേണം നമുക്ക് തീരുമാനിക്കാന്ന് പറയണം. പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇത്രയും വലിയ ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പകരം വീട്ടണ്ടേന്ന് ചോദിക്കും. പിന്നെ വേണോന്നോ? ഉറപ്പായിട്ടും വേണ്ടേന്ന് ചോദിക്കാണ്. പിന്നീട് കിരണിനെ വിളിച്ചിട്ട് ആദർശ് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പ്രോപ്പർട്ടിയെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ പറയുന്നുണ്ട്. കിരൺ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് കൃത്യമായ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറയണം. ആ സമയത്ത് അനാമയ്ക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അനാമയും രേവതിയും വേണും കൂടെ വീട്ടിലേക്ക് വരുവാണ്. വരുന്ന വഴി അവരൊരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാണ്ട് കയറുന്ന സമയത്ത് അനാമയുടെ നെഞ്ചു കിടന്ന് പിടച്ചോണ്ടിരിക്കുക. തേമേ, എന്തൊക്കെയോ സംശയങ്ങൾ വെല്ലുമയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എത്ര കാലം ഞാൻ അനന്തപുരിയിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ പറ്റില്ല എന്ന് പറയണം. വേണു പറഞ്ഞു, മോളെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്ര കാലം നിൽക്കണം. ഇനിയിപ്പോൾ ഒത്തിരി കാലമൊന്നും നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ ചുറ്റിക്കളിയും കാര്യങ്ങളൊക്കെ അനി കയ്യോടെ പിടികൂടിയതല്ലേന്ന് വെക്കും. ഓ, അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. കാരണം അവൻ അതിനേക്കാളും ഇതായിട്ട് ആ നന്ദുവിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ കാര്യമായിട്ട് എടുക്കുന്നൊന്നുമില്ല. എൻ്റെ മോളെ, അതെങ്ങാനും ആ മൂർത്തി മുത്തശ്ശൻ അറിഞ്ഞുണ്ടല്ലോ, ആ കിളവൻ അറിഞ്ഞ അതോടുകൂടി തീർന്നു. അത് മാത്രമല്ല, നമ്മുടെ ചതിയും കാര്യങ്ങളൊക്കെ പുറത്തു വന്നാൽ പിന്നെ നമുക്ക് തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റുമോ? അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ അപ്പച്ചീനെ നിന്റെ അമ്മായിമ്മനെ കറക്കിയെടുക്കാൻ നോക്ക്. നിന്റെ അമ്മായിമ്മയുടെ കൈ സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റാൻ നോക്കിക്കോ. നീ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വിശ്വാസത്തെ നേടിയെടുക്കണമെന്ന് പറയണം. അച്ഛനും അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് കൽപ്പിച്ചാൽ മതി. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഇനിയിപ്പോൾ പറയാൻ വേണ്ട. വല്യമ്മയും കൂടെ ആ നായനെന്ന് പറയുന്ന പിശാചിൻ്റെ കൂടെ ആയതുകൊണ്ട് എനിക്കിനി കഷ്ടകാലമായിരിക്കും അവിടെ. എപ്പോഴും എൻ്റെ മേലൊരു കണ്ണുണ്ടാവും എന്ന് പറയണം. അതും നീ കാര്യമാക്കണ്ട മോളെ. നിന്നെ ഞാൻ ഇനി പറഞ്ഞു കണ്ടോ, അണ്ണാങ്കുഞ്ഞിനെ മരങ്കേറ്റം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ കണക്ക് നിനക്കിനി ഞാൻ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ലോ. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാൻ പാടില്ല എന്ന് വേണി ചോദിക്കണം. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അത് ശരിയാ മോളെ, നീ അതിൻ്റെ വേണ്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ആ രീതിക്ക് അങ്ങോട്ട് ചെയ്താൽ മാത്രം മതി. തൽക്കാലത്തേക്ക് അവിടെ പിടിച്ചു നിൽക്കുക. അടിച്ചു മാറ്റാൻ പറ്റുന്നതൊക്കെ അടിച്ചു മാറ്റുക. പിന്നെ അറിയാലോ, എത്ര കാലം അവിടെ നിൽക്കുമെന്ന് പോലും അറിയത്തില്ല. ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു ജീവിതമാണ് ഇപ്പം നിന്റെ അവിടുത്തെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറയണം. ശരി അച്ഛാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അനാമിക്ക് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്നും അറിയത്തുണ്ടായിരുന്നില്ല. ആ സമയം ദേവേനി വീട്ടിലേക്ക് എല്ലുവാണ്. ദേവേനി വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് അനി രാവിലെ ഉറക്കം എഴുന്നേറ്റൊക്കെ വരുന്നത്. അനിയുടെ മുഖം കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനിക്ക് നല്ല ദേഷ്യമായി. ദേവേനിയും കൂടി ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്തായിരുന്നടാ ഇന്നലേന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ വല്യമ്മ നീ ഇത് എന്ത് ഭാവിച്ച അനിന്ന് ചോദിക്കുക. അല്ല അത് നീ കൂടുതലൊന്നും പറയണ്ട, നീ കുടിച്ച് നശിക്കാൻ തീരുമാനിച്ചോന്ന് ചോദിക്കുക. എടാ നീ ഒരു കാര്യം വിചാരിക്കണം. എടാ നിന്നെ പോലെ ഒരുത്തന്, അതെന്ന് പറഞ്ഞാല് നന്ദു എന്ന് പറഞ്ഞാൽ നല്ല ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. നീയോ ചത്ത ചതഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്. അല്ലെങ്കിലും നിന്നെ ഇപ്പൊ ശരിക്കും ഞാൻ എന്തിനോടാ ഉപമിക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞ ഒരു പെൺകൊന്നെന്ന് വിളിക്കാവോന്ന് ചോദിക്കുക.
ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനു ചോദിച്ചു, ഇതെന്താ വല്യമ്മ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല, ഞാനൊന്ന് ആലോചിച്ച് നോക്കിയോട്ടെ. ഏ നിനക്ക് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, അല്ല ഇത്രയെങ്കിലും ബോധം വിവരം ഉണ്ടെങ്കിൽ ആ നന്ദുവിന്റെ പിന്നാലെ നീ ഇങ്ങനെ നടക്കുവോ? അവള് പഴയ നന്ദു അല്ല, SI നന്ദു ആണ്. അത് പോലീസ് സ്റ്റേഷനിലേക്ക് നിന്ന് പ്രശ്നം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അവൾ പോകുന്ന വഴിയെ വഴി തടയുക. ഓ, ആ പോലീസുകാരൊക്കെ ഓരോന്നൊക്കെ പറയുമ്പം ആദർശിന്റെ ഒക്കെ തൊലി ഒരിഞ്ഞു പോവാന്നാ പറഞ്ഞേ. നിനക്ക് നാണം ഉണ്ടോ അനീന്ന് ചോദിക്കുക. അത് പിന്നെ വല്യമ്മ, ഞാന് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അറിഞ്ഞിട്ടില്ല നിന്റെ. അവരെങ്ങാൻ ഇത് കാര്യം അറിയുവാണേ ഉണ്ടല്ലോ, പോരാത്തിന് നീ മദ്യപിച്ചാ വന്നേന്ന് അറിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. നീ കുടിച്ച് നശിക്കാൻ തന്നെ തീരുമാനിച്ചോന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, നിങ്ങളെല്ലാരും കൂടെ എന്നെ അനാമിക എന്റെ തലയിലേക്ക് കെട്ടിവെച്ചാലേ അവളുമായിട്ടൊരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല. അവളോടൊപ്പം എന്റെ ജീവിതമാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. ഈ ദുശീലങ്ങളൊക്കെ ഇങ്ങനെ തന്നെ കാണും, ഒന്നും മാറാൻ പോകുന്നില്ലെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, ഓഹോ, അപ്പൊ അവളോടൊപ്പം ജീവിക്കുന്നോടാ നിനക്ക് ദുശീലം? അല്ല, അവളല്ലാതെ പിന്നെ നിന്റെ ജീവിതത്തിൽ ആരാ വേണ്ടേന്ന് ചോദിക്കുക. അനിയൊന്നും മിണ്ടിയില്ല. ഈ സമയം ദേവേനി പറഞ്ഞു, എനിക്ക് മനസ്സിലായി നിനക്ക് ആരെയാ വേണ്ടേന്ന്. ആ നന്ദുവിനെ അല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ അനി പറഞ്ഞു, അത് പിന്നെ വല്യമ്മ, എടാ നീ ഒരു കാര്യം വിചാരിക്കണം. ദേ അവൾക്ക് ഇപ്പം നിന്നോട് ഇഷ്ടമല്ല, ചിലപ്പോൾ ദേഷ്യമായിരിക്കും നീ ഇങ്ങനെ പിന്നാലെ നടന്ന് അവളെ ശല്യപ്പെടുത്തുന്നോണ്ട്. എടാ, ആണുങ്ങളുടെ വില കളയാതെ നടക്കണോടാ. നീ ഇങ്ങനെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിലോ അവൾക്ക് നിന്നെക്കുറിച്ച് വല്ല മതിപ്പും ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ലാന്ന് പറയാണ്. നീ ഒരുമാതിരി പൂവാലിനെ പോലെ ഇങ്ങനെ പിന്നാലെ ശല്യം ചെയ്ത് നടക്കുക. നീ ആയിട്ട് നിന്റെ വില കളയാൻ നിൽക്കരുത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, വല്യമ്മ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിനിയിപ്പം നന്ദുവിനെ കിട്ടിയില്ലെങ്കിലും വേണ്ടത്തില്ല. പക്ഷേങ്കിൽ ആ അനാമിക എന്ന് പറയുന്നവരോടൊപ്പം എനിക്കൊരു ജീവിതം വേണ്ട. ഞാനും അവളും കൂടെ സെറ്റ് ആകത്തില്ല എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നീ ശരിയാന്നേ? ഇതേ നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ട് പോലും ഇല്ലോ, അതിനു മുമ്പ് ഇങ്ങനെയാണെങ്കിലോ? അതെന്താളും നന്നായി ജീവിതം തുടങ്ങാത്തെ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വല്യമ്മ അറിയുന്നില്ലേ അവളുടെ ഓരോ കാര്യങ്ങളൊക്കെ. അവളും അവളുടെ വീട്ടുകാരും കൂടെ വേറെ എന്തൊക്കെ ചതി ചെയ്ത് കൂട്ടിയിടണമെന്ന് ആര് കണ്ടു? ഇനിയിപ്പൊ എന്തൊക്കെ അറിയാൻ കിടക്കുന്നു? ദൈവത്തിന് മാത്രം അറിയുള്ളൂ എന്ന് പറയണം. അതിനൊരു ഉത്തരം പറയാണ്ട് ദേവേനിക്ക് സാധിച്ചില്ല. കാരണം ദേവേനിക്കറിയാം ഈ അനാമയുടെ വീട്ടുകാർ എന്താ ഏതാന്നൊക്കെ. ഇപ്പൊ എങ്ങനെ വന്നു കഴിയുമ്പോഴത്തെ ആ കാര്യങ്ങളൊന്നും അല്ല, പ്രൗഢി പ്രതാപമൊന്നും അല്ല അവർക്കുള്ളത്. അവര് ചതിയന്മാരാന്നുള്ള കാര്യം ദേവയാനി മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് അനിയെ ഒത്തിരി ഉപദേശിക്കാനും മേല, ആ ഒരു ടെൻഷനിലായിരുന്നു. പിന്നീട് അനി നേരെ എന്ത് ചെയ്യണം, നന്ദുവിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് നന്ദു ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം. അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണം. ദേ അനി, നീ മര്യാദയ്ക്ക് പോകാൻ നോക്ക് എന്ന് പറയണം. പിന്നെ പോകാനാ ഞാനാ? നീ എന്താ നന്ദു, നീ എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? ഞാൻ പറഞ്ഞല്ലോ, നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നോണ്ടായിരിക്കും ഇങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, നിനക്കറിയാലോ അനി, നീ എൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ നിന്റെ പുറകെ വരുമെന്ന് നീ വിചാരിച്ചോ? അങ്ങനെ ഒരിക്കലും ഇല്ലാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നീട് നന്ദു പറഞ്ഞു, അനി നിനക്കറിയാലോ ഞാനിപ്പോൾ ഒരു ജോലിയിലാണ്. കാരണം ഈ സമയത്ത് നീ ഇങ്ങനെ എൻ്റെ പിന്നാലെ വന്ന് ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജോലിയെ വരെ ബാധിക്കുന്ന കാര്യമാണെന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ അനി പറഞ്ഞു, അങ്ങനെയുണ്ട് കാര്യം ചെയ്യുക, നിനക്ക് ഈ ജോലി വേണ്ടെന്നും കൂടെ വെച്ചാരേ. അറിയാലോ, നീ എൻ്റെ കൂടെ പോരെ. അറിയാലോ, എനിക്കിനി അനാമികമായിട്ടുള്ളൊരു ജീവിതം ഉറപ്പായിട്ടും ഉണ്ടാകത്തില്ല എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, നീ എന്തൊക്കെയാ നീ പറയണമെന്ന് ചോദിക്കണം. ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറയണേ. എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ ഞാൻ വിളിക്കുന്നേ. ഇനി നിനക്ക് ജോലിയാണ് പ്രധാനമെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം. നിനക്ക് ഈ ജോലി വേണമെന്ന് ഒരു നിർബന്ധവും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചുണ്ടാക്കി ജോലിയാ, നിനക്കറിയാലോ. അല്ലെങ്കിലും മറ്റുള്ളവരുടെ തണിയും ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എപ്പോഴും സ്വന്തം കാലം നിൽക്കാൻ തന്നെയാ താല്പര്യം. ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു, അല്ല നീ എന്താ വല്ല വാശിയിലും ആണെന്ന് നിൽക്കും. വാശിയിലൊന്നും അല്ല അനി, നിനക്കറിയാലോ. അല്ല, എൻ്റെ 2 ചേച്ചിമാർ അനന്തപുരിയിലുണ്ട്. നമ്പേച്ചി ഇപ്പൊ വെറുതെ വീട്ടിലിരിക്കുന്നു. പിന്നെ നയനേച്ചി ആണെങ്കിൽ ഇപ്പൊ കമ്പനിയിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരിക്കലും അങ്ങനെ വന്ന് നിൽക്കാനോ ആരുടെ കീഴിൽ നിൽക്കാനോ താല്പര്യമില്ല. പിന്നെ ഇനി എൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുത്, അറിയാലോ. ഇത് കേട്ടപ്പോഴത്തേനും അനി പറഞ്ഞു, അപ്പം നിനക്ക് എന്നെ ഇഷ്ടമില്ലേന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടി ഒന്നും അന്തു പറഞ്ഞില്ല. അപ്പോഴേക്കും അനി പറഞ്ഞു, എനിക്കറിയാം നിനക്ക് എന്നെ ഒത്തിരി ഇഷ്ടമുണ്ടെന്ന്. ഒരുപക്ഷെ ആ ഇഷ്ടം മറിക്കാൻ വേണ്ടിയല്ലേ നീ എന്നോട് ദേഷ്യപ്പെടുന്നേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീ എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ എൻ്റെ പിന്നത്തെ ആയിരിക്കും ഞാൻ. ഇല്ലാത്ത ദുശീലങ്ങളൊക്കെ ഞാൻ തുടങ്ങുമെന്ന് പറയണം. അത് കേട്ടപ്പോൾ നന്ദുവിന് ഭയങ്കര വിഷമായിപ്പോയി. നന്ദു പറഞ്ഞു, അനി പ്ലീസ് എന്നെ ഇനി ഇങ്ങനെ ഉപദ്രവിക്കല്ലെന്ന് പറയണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല നന്ദു എന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. നന്ദുവിന് ഭയങ്കര വിഷമായി. നന്ദുവിന് മനസ്സിനറിയാം അനിയാണ്, പക്ഷെ അത് പുറത്ത് പറയാനായിട്ടൊരു മടി. ആ സമയത്ത് ആദർശിന്റെ ഫോണിലേക്ക് കിരൺ വിളിക്കുവാണ്, കാണണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആദർശ് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് കിരൺ ആ കാര്യങ്ങളൊക്കെ പറയണേ. അത് ഈ പറയുന്ന അയാളുടെ പ്രോപ്പർട്ടി അല്ല, വേണുവിന്റെ പ്രോപ്പർട്ടി അല്ല, അത് വേറൊരു അമേരിക്കക്കാരന്റെ പ്രോപ്പർട്ടിയാന്നുള്ള കാര്യമൊക്കെ.
എല്ലാം കേട്ടുകഴിഞ്ഞപ്പത്തിന് ആദർശ് ശരിക്കും ഒന്ന് ഞെട്ടി. ഈ സമയത്ത് കിരൺ പറഞ്ഞു, അത് ശരിക്കും പറഞ്ഞാല് ഇപ്പം അനിയെ എല്ലാരും കൂടെ കൂടിയിട്ട് കുപ്പിയിലാക്കിയല്ലേന്ന് ചോദിക്കാണ്. പാവ അനിയുടെ ജീവിതം താർന്നല്ലേ, ഇതുപോലെ ഒരു ഫ്രോഡ് കുടുംബത്തിൽ നിന്നാണല്ലോ അവന് പെണ്ണ് കിട്ടിയത് എന്നൊക്കെ പറയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പത്തിനും ആദർശിനും ഭയങ്കര വിഷമമായിപ്പോയി. ആദർശ് പറഞ്ഞു, ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് പറയാം. എന്താണെങ്കിലും ആ അനാമിക എന്ന് പറയുന്നവള് നല്ലവളൊന്നുമല്ല, അവളും അവളുടെ കുടുംബക്കാരും അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. എത്രയും പെട്ടെന്ന് അനിയുടെ തല ഉരി എടുക്കാനും നോക്കണ്ടേ, അല്ലാതെ ആ കുടുംബമായിട്ടൊരു ബന്ധമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അനിയുടെ ജീവിതം തന്നെ തകർന്നു പോകുന്നൊക്കെ പറയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.